ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഉണരുവോളമുള്ള ആയുസ്സേ ഉണ്ടാകൂ. പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾക്ക് ഒരു ജന്മത്തിൻ്റെ ആയുസ് തന്നെയുണ്ടാകും. ഒരാളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയോ വിലപേശുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ലഭിക്കുന്ന സ്നേഹത്തിന് 1% പോലും ആത്മാർത്ഥതയുണ്ടാകില്ല. നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഒരു പാഠശാലയാണ്. നമുക്ക് പഠിക്കാനുള്ള പല പാഠങ്ങളും അവിടെ തന്നെയുണ്ട്. കയ്യിലുള്ളതിനേക്കാൾ നല്ലതോ മോശമായതോ ലഭിക്കുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്നതിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എത്ര ഉയരത്തിൽ പറക്കുന്നവനായാലും നിലയുറപ്പിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങണം. അതുകൊണ്ട് ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാതിരിക്കുക. ദൈവം എല്ലാം നന്നായി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ ഇടപെടുമ്പോൾ അവ തിന്മയുള്ളതായി മാറുന്നു. ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. ഒരാളെ മനസ്സിലാക്കിയിട്ട് ഇഷ്ടം പറയുന്നതും ഒരാളെ മനസ്സിലാക്കാതെ ഇഷ്ടം പറയുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കുക. ജീവിതത്തിൽ 4 കാര്യങ്ങൾ ഒരിക്കലും മടങ്ങി വരില്ല: കഴിഞ്ഞുപോയ സമയം, സംസാരിച്ചു പോയ വാക്ക്, മുൻകാല ജീവിതം, നഷ്ടമായ അവസരം. ജീവിച്ചിരിക്കുന്നവർ പണത്തിനും സ്ഥാനമാനങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്നു. എന്നാൽ മരിച്ചവർക്കോ സത്യമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, മറ്റു ചിലർ മഹാന്മാരായി തീരുന്നു. ചിലരുടെ മേലാകട്ടെ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ശരീരം കൊണ്ട് സ്നേഹിക്കുന്നവരെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ ലോകത്ത് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരെ കിട്ടണമെങ്കിൽ ഭാഗ്യവും കടാക്ഷിക്കണം. ഓരോ നഷ്ടവും നമുക്ക് ഓരോ തിരിച്ചറിവുകളാണ് നൽകുക. പക്ഷേ അപ്പോഴേക്കും കാലം ഒത്തിരി മുന്നോട്ട് പോയിരിക്കും. നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ അവസാനം വരെയും നിങ്ങൾ പരിശ്രമിക്കണം. വിഡ്ഢികൾ വിജയം സ്വപ്നം കണ്ടു വെറുതെയിരിക്കുന്നു. ബുദ്ധിമാന്മാർ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്തു വിജയം കൊയ്യുന്നു. നിങ്ങളെ തളർത്താൻ 1000 പേർ ഉണ്ടാകും. എന്നാൽ നിങ്ങളെ ഉണർത്താൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഒരാൾ എത്ര മോശമായി പെരുമാറിയിട്ടും മറ്റേയാൾ മാറിപ്പോകുന്നില്ലെങ്കിൽ അതിന് 3 കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ആത്മാർത്ഥ സ്നേഹം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിവൃത്തികേടുകൊണ്ട്, അതുമല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ട്. ജീവിതത്തിന് വിലപേശലൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാത്തിനും ഒരു വിലയുണ്ട്. ഒരു സ്വപ്നം സഫലമായാൽ ഉടനെ അതിൻ്റെ ലഹരി നഷ്ടപ്പെടും. നാളെ നിങ്ങൾ ആരാണെന്ന് ഇന്നു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തീരുമാനിക്കുന്നു.